ഇതുവരെ ഞാൻ പുരുഷന്മാർക്ക് വേണ്ടി പോരാടുന്ന പോരാളിയോ അല്ല അങ്ങനെയുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ വ്യാജ പരാതികളുമായി മുന്നോട്ട് വരുന്ന ആൾക്കാർക്കെതിരെ പോരാടുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ ഞാനുണ്ടാവും. കാരണം ഞാനൊരു ഇരയാണിന്ന്. കാരണം വ്യാജ പരാതിയിൽ ഞാൻ ഇന്ന് ഒരു അതിജീവിതനാണ്. ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞത് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ. തീർച്ചയായിട്ടും അതിന് വലിയൊരു കയ്യടി കേട്ടോ. കാരണം അതിജീവിത എന്നൊരു വാക്ക് ഇന്ന് വരെയുള്ള ഡിക്ഷണറിയിൽ ഉള്ളായിരുന്നു. അതിജീവകൻ ഇവിടുന്ന് വന്നു. അല്ല, അത് തീർച്ചയായും ഈ അനുഭവങ്ങളിൽ നിന്നാണ് ഒരു അതിജീവിതൻ ഉണ്ടാവുന്നത്. അതായത് അതിജീവിക്കുക, സർവൈവ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ അതിജീവിത എന്ന വാക്ക് വന്നത്. അത് വളരെ ബഹുമാനിക്കേണ്ട ഒരു വാക്കാണ്. ഒരു പെൺകുട്ടി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയും അവൾ ആ വേദനയ്ക്ക് അതിജീവനം നടത്തുകയും ചെയ്യുമ്പോഴാണ് അതിജീവിതയാകുന്നത്. അതേ അതിജീവിത ചെയ്ത അതേ കാര്യമാണ് അതിജീവിതനായ മുകേഷൻ ചെയ്തത്. വ്യാജ പരാതി വന്നു, അതിൽ വിഷമിച്ചു, അതിനെതിരെ പോരാടി. ഒരുപക്ഷെ പോക്സോ കേസുകളിൽ പൊതുവെ കാണാത്ത രീതിയിൽ ജഡ്ജി പ്രഥമ ദൃഷ്ടിയ ഇദ്ദേഹത്തെ വ്യാജമായിട്ടാണ് ഡ്രാഗ് ചെയ്തത്. കൃത്യം വരി കോട്ട് ചെയ്താൽ ഫോൾസ്ലി ഡ്രാഗ്ഡ് ഇൻ എന്ന് പുള്ളിക്ക് ജാമ്യം കൊടുത്ത വിധിന്യായത്തിൽ എഴുതി വെച്ചു. അത് വളരെ റേറാ, പ്രത്യേകിച്ച് ലീഗൽ സർക്കിൾസിൽ റേറാ.